ഞണ്ട് കറിയുണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. കഴിക്കാൻ ഇത്തിരി പാടുപെട്ടാലും നല്ല രുചി ആയതുകൊണ്ടാവണം അവരങ്ങനെ പറഞ്ഞിരുന്നത്. എന്നാൽ നമുക്കിന്നൊരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ കുരുമുളകും പെരിഞ്ചീരകവും കൂടി ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്ത് വെക്കാം. ഇനി ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ചേർത്ത് വഴറ്റാം. ഇനി സവോള ചേർത്ത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ചെറുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി തക്കാളി അരിഞ്ഞതും ഉപ്പും കൂടി ഇട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി നന്നാക്കി വെച്ച് ഞണ്ട് ചേർക്കാം. കൂടെ തന്നെ ആദ്യം പൊടിച്ചു വെച്ച മസാലയും ചേർത്ത് 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ച ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി തിളച്ച് വരുമ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ മൂടി വെച്ച് വേവിച്ച് ഇതുപോലെ റോസ്റ്റ് പരിവാകുമ്പോൾ ഗരം മസാലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കിയെടുത്താൽ നല്ല നാടൻ ഞണ്ട് റോസ്റ്റ് റെഡി.